ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് നിധിയെയും സുധീഷിനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അവര് വരുന്നതും കാത്തു നിൽക്കുകയാണ് ഹേമയും സാന്ദ്രയും നിഹാരികയും അരുണും. കാറിൽ നിന്ന് ഇറങ്ങിയ നിധിയെയും സുധീഷിനെയും കണ്ട് ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഹേമയും അരുണും. സാന്ദ്ര വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ രാജീവ് പുഞ്ചിരിച്ച് നിധിയെ ചേർത്ത് പിടിച്ച് ഹേമയുടെ മുന്നിലേക്ക് വരികയാണ്. മോൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ, അകത്തേക്ക് വിളിക്ക് ഹേമയെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയുന്നു വാ. സാന്ദ്ര സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഏട്ടത്തിന്ന് വിളിച്ച് നിധി ചേർത്ത് പിടിക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ നിധി? സുഖം ഏട്ടത്തി. ഏട്ടത്തിക്ക് സുഖമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്ന നിധി. നിഹാരികയും അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിഹാരികയെ ചേർത്ത് പിടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന അരുണിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നിധി. കയ്യിൽ പിടിച്ച് നിധി ചോദിക്കുന്നു അരുണേട്ടാ സുഖാണോ? പുഞ്ചിരിച്ച് നിധിയുടെ കയ്യിൽ പിടിച്ച് അരുൺ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു. രാജീവ് പറയുന്നു ഹേമേ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മോളും മരുമകനും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമല്ലേ, ആരതി എടുക്കണ്ടേ? ഇത് കേട്ട് നിധി പറയുകയാണ് അച്ഛാ ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ വന്നായിരുന്നല്ലോ. രാജീവ് പറയുന്നു അതൊക്കെ അന്നല്ലേ, ഇപ്പം മരുമകന്റെ ഒപ്പം ആദ്യമായിട്ട് മോള് ഈ വീട്ടിലേക്ക് വന്നിരിക്കുക. ഹേമേ ആരതി എടുക്ക്, ഞാൻ എടുത്തിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞ് സാന്ദ്ര അകത്തേക്ക് ഓടി പോവുകയാണ്. സുധീഷ് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ നിധി സുധീഷിനോട് പറയുന്നു സുധീഷ് എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങി വാ. അപ്പൊ രാജീവ് പറയുകയാണ് സുധീഷ് എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്, മോളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്ക്, ആരതി എടുക്കണ്ടേ? ഇത് കേട്ട് സുധീഷ് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ആരതിയുമായി സാന്ദ്ര അവിടേക്ക് വരുമ്പോൾ അത് വാങ്ങി ഹേമ സുധീഷിനും നിധിക്കും ആരതി എടുക്കുകയും നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുകയുമാണ്. ദേഷ്യത്തോടുകൂടി ഹേമ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം സന്തോഷത്തോടുകൂടി നിധിയെയും കൂടി അകത്തേക്ക് പോവുകയാണ് രാജീവും സാന്ദ്രയും നിഹാരികയും. രാജീവിന്റെയും നിധിയുടെയും ബാഗ് എടുത്ത് സുധീഷിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവരുടെ പിന്നാലെ പോവുകയാണ് അരുൺ. സുധീഷ് തന്റെ ബാഗും എടുത്ത് ഇടതുകാല് വെച്ച് നിധിയുടെ വീട്ടിലേക്ക് കയറുകയാണ്. തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറി വരുമ്പോൾ ഹേമ വിഷമത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് വരികയാണ്. അമ്മയെന്ന് വിളിച്ച് നിധി കണ്ണു നിറഞ്ഞ് ഹേമയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നിധിന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ഹേമ. കവളിൽ പിടിച്ച് ഹേമ ചോദിക്കുന്നു സുഖമാണോടി നിനക്ക്? നിധി പറയുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? അങ്ങനെ അവർ കണ്ണു നിറഞ്ഞ് സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. രാജീവ് കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ സുധീഷ് രാജീവിനെ ശ്രദ്ധിക്കുകയാണ്. രാജീവ് വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. അരുണും നിധിയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി സാന്ദ്ര പറയുന്നു നീ ഈ വീട്ടിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നിധി. അച്ഛൻ ഫോൺ വിളിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടു വരുന്നെന്ന് പറഞ്ഞപ്പോ പോലും എനിക്ക് അത്ര വിശ്വാസം വന്നില്ല. അച്ഛൻ എങ്ങനെ തോന്നി അച്ഛാ നിധിയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന്? രാജീവ് പറയുന്നു എല്ലാം നമ്മുടെ സുധീഷ് കാരണമാണ് മോളെ. ഇന്നലെ സുധീഷ് എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നിധി സന്തോഷത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച നിധിയെ നോക്കുകയാണ്. അരുൺ പറയുന്നു ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ നിധി എന്ന് പറഞ്ഞ നിധിയെയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അരുണിന്റെ ഒപ്പം അകത്തേക്ക് പോവുകയാണ് രാജീവ്. സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. നിധിക്ക് സ്നേഹത്തോടുകൂടി ഇലയിലേക്ക് കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഹേമയും സാന്ദ്രയും. സുധീഷിന്റെ ഇലയിലേക്ക് അധികം കറികളൊന്നും വിളമ്പുന്നില്ല. നിധി പറയുന്നു ഈ വീട്ടിലേക്ക് ഞാൻ വീണ്ടും വരും, ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാവരുടെയും ഒപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി അച്ഛാ. രാജീവ് പറയുകയാണ് എന്താ മോളെ ഈ പറയുന്നത്, നീ എന്റെ മോളല്ലേ, നിന്നെ വെറുതെ എനിക്ക് ഒരുപാട് നാൾ കഴിയാൻ പറ്റുമോ? കഴിക്കും മോളെ. ഹേമേ നിധിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ വിളമ്പി കൊടുക്കുക. ഇവള് വരുന്നെന്നറിഞ്ഞതോടെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട മുഴുവൻ ഭക്ഷണവും ഹേമ ഉണ്ടാക്കി വെച്ചു. നിധി പറയുന്നു അവിടെ സുഭാഷേട്ടനാ പാചകമൊക്കെ, എന്തുണ്ടാക്കിയാലും നല്ല രുചിയായിരിക്കും. അങ്ങനെ നിധി സുഭാഷിന്റെ പാചകത്തെ പുകഴ്ത്തി പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുകയാണ് രാജീവും ഹേമയും അരുണും. സുധീഷിന്റെ ഇലയിൽ കറികളൊന്നുമില്ല. കറികളില്ലാതെ ഭക്ഷണം കഴിക്കാനാകാതെ ഇരിക്കുകയാണ് സുധീഷ്. രാജീവ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. നിധി സുധീഷിന്റെ ഇലയിലേക്ക് നോക്കാനായി തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിപ്പിക്കുകയാണ് രാജീവും ഹേമയും. സാന്ദ്ര സുധീഷിന് കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി എല്ലാവരുമായി സംസാരിച്ച് നിധി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. തുടർന്ന് രാജീവും അരുണും സംസാരിച്ചുകൊണ്ട് ഹാളിലേക്ക് വരുമ്പോൾ സുധീഷ് പുറത്തേക്ക് പോകാനായി തുടങ്ങുകയാണ്. രാജീവ് ചോദിക്കുന്നു സുധീഷ് എവിടെ പോകുക, ഇങ്ങി വാ. സാരമില്ല ഞാൻ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുകയാണ് നിൽക്കും മരുമകനെ, എന്താ വന്നത് മുതൽ അങ്ങ് ഒതുങ്ങി നിൽക്കുന്നത്? സുധീഷ് ഈ വീടിന്റെ മരുമകനാ, വാ ഇരിക്ക്. അരുൺ ചോദിക്കുന്നു എന്തിനാച്ചാ ഇവനെ എപ്പോഴും മരുമകനെ മരുമകനെ എന്ന് വിളിച്ച് അർഹതയില്ലാത്ത സ്ഥാനം കൊടുക്കുന്നത്? രാജീവ് പറയുന്നു സുധീഷ് നിന്റെ പെങ്ങളുടെ ഭർത്താവാണ്, നമ്മുടെ വീടിന്റെ മരുമകൻ. അരുൺ ചോദിക്കുന്നു ആര്, ഇവനാണോ മരുമകൻ? മണ്ണാങ്കട്ട, ഇവനെ ഈ വീട്ടിലെ ഒരാളാക്കി നമ്മുടെ തരത്തിനൊത്ത് ഇരുത്തണമെന്നാണോ പറയുന്നത്? താരാതരം ഇവനെ ഇരുത്താൻ കൊള്ളുമോ? ഇവിടെ വെച്ച് തന്നെ ഇവരെ അങ്ങ് ഇല്ലാതാക്കട്ടെ, എല്ലാ പ്രശ്നവും ഒറ്റയടിക്ക് അവസാനിക്കും. അരുണെ നീ ധൃതി പിടിക്കാതെന്ന് രാജീവ് പറയുമ്പോൾ അരുൺ പറയുന്നു
പറയുകയാണ്, ഇവന്റെ കൂടെ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് ഓർക്കുമ്പോഴേ എനിക്ക് അപമാനം തോന്നുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അരുണിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ് സുധീഷ്. സുധീഷ് ഓർക്കുന്നു, കാറിൽ വരുമ്പോൾ നിധി രാജീവിന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നത്. വീട്ടുകാരുടെ ഒപ്പം നിധി സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചത്. തുടർന്ന് രാജീവ് പറയുന്നു, സുധീഷ് ഇരിക്ക്. സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ രാജീവ് പറയുകയാണ്, മുഖമൊക്കെ വിളർത്ത് രക്തപ്രസാദമൊക്കെ പോയിട്ട് കടലാസ് കണക്കെ ആയല്ലോ. തരാതരത്തിലിരുന്ന് സംസാരിക്കാൻ പാകത്തില് നീ ഞങ്ങളുടെ ഒപ്പം എത്തിയെന്ന് കരുതിയോ? ഇനിയുള്ള 5 ദിവസം നീ താങ്ങില്ലല്ലോ. സുധീഷ് ദേഷ്യത്തോടുകൂടി സോഫയിലേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് രാജീവ് പറയുന്നു, ഹലോ ഹലോ, ഇവിടെയല്ല അവിടെ. അങ്ങനെ തറയിലേക്ക് ചൂണ്ടിക്കാണിച്ച് രാജീവ് പറയുന്നു, താഴെ ഇരിക്ക്. സുധീഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങളുടെ ഒപ്പം ഇരിക്കാമെന്ന് വിചാരിച്ചോ? നിന്റെ സ്ഥാനം ഇവിടെയല്ലടാ, അവിടെ. താഴെ ഇരിക്കടാ. ഇത് കേട്ട് സുധീഷിനെ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അരുൺ. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഈ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വന്നപ്പോൾ നീ സോഫയിലാണോ ഇരുന്നത്? തറയിലല്ലേ ഇരുന്നത്? ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമല്ലേ നീ കഴിക്കുക? ഇപ്പം മാത്രം എന്താ ഞങ്ങളുടെ ഒപ്പം തരാതരത്തിന് ഇരിക്കണമെന്ന് വിചാരിക്കുന്നത്? നിന്നെ ഞങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാ നിന്നെ ഞങ്ങളുടെ ഒപ്പം ഡൈനിങ് ടേബിളിൽ ഇരുത്തിയത്. അതുകൊണ്ട് ഞങ്ങളും നീ ഒരുപോലെയാകുമോ? പോടാ, പോയി തറയിലിരിക്കുക. പോടാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ വിരൽ ഞൊടിച്ച് സുധീഷിനെ വിളിക്കുകയാണ് രാജീവ്. സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, നീ എവിടെ പോകുക? അവൾ സുധീഷ് പറയുകയാണ്, ഞാൻ പുറത്തിരിക്കാൻ പോകുക. രാജീവ് പറയുന്നു, നിക്കട അവിടെ. അരുണേ, അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്, പോയി സമാധാനിപ്പിക്ക്, പെട്ടെന്നാവട്ടെ. സുധീഷിന്റെ അരികിലേക്ക് ചെന്ന അരുൺ പറയുന്നു, മരുമകനെ ഇരിക്കുന്നേ, ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അരുൺ സുധീഷിനെ പിടിച്ചു തള്ളുമ്പോൾ സുധീഷ് താഴേക്ക് വീഴുകയാണ്. ദേഷ്യത്തോടുകൂടി സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ട് തറയിൽ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട് രാജീവ് ചിരിക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? സുധീഷ് മനസ്സിൽ പറയുന്നു, സുധീഷ് നീ ഒന്ന് ക്ഷമിക്ക്. ഇപ്പൊ നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ച് വലിയൊരു സീൻ ഉണ്ടാക്കും ഇവര്. മിണ്ടാതിരിക്കെ. എന്ത് വന്നാലും നിധി നിന്നെ തെറ്റിദ്ധരിക്കരുത്. രാജീവ് പറയുകയാണ്, എടോ എന്താ നിന്റെ സംസാരം? അരുൺ ചോദിക്കുകയാണ്, അച്ഛാ ഇവൻ ഒരുപാട് സംസാരിച്ചു അച്ഛനോട്. രാജീവ് പറയുകയാണ്, ഒരുപാട് ഓവറായി അവൻ എന്നോട് സംസാരിച്ചു. ഇവിടെ ഉള്ളതിനെക്കാട്ടിലും നിധി അവന്റെ കൂടാണ് സന്തോഷമായിട്ട് ജീവിച്ചതെന്ന്. അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരെക്കാട്ടിലും നിധിക്ക് അവന്റെ വീട്ടിലുള്ള ആൾക്കാരാണ് പ്രധാനമെന്ന്. നമ്മളെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും നിധിക്ക് നേരമില്ലെന്ന്. എടാ വേറെന്തോ കൂടി പറഞ്ഞായിരുന്നു. കോർട്ടിലേക്ക് പോയാൽ എന്റെ സ്വത്തിന്റെ പാതി നിധിക്ക് കൊടുക്കണമെന്ന്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഡ്രൈവറായിട്ട് വന്നിട്ട് നിങ്ങളുടെ പാതി സ്വത്തിന് അവകാശിയായി മാറി ഞാൻ. അങ്ങനെയൊക്കെ നീ പറഞ്ഞില്ലടാ. അരുൺ ചോദിക്കുന്നു, ഒരു ഡ്രൈവറായ നീ ഞങ്ങളുടെ പകുതി സ്വത്ത് ചോദിക്കുന്നു? ഒരൊറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അങ്ങനെ അരുൺ സുധീഷിനെ തല്ലാനായി കൈ ഓങ്ങുമ്പോൾ സുധീഷ് കൈ ചുരുട്ടുകയാണ്. അരുൺ ചോദിക്കുന്നു, എന്താടാ നീ കൈ ചുരുട്ടുന്നത്? ദേഷ്യം വരുന്നോ? അടിക്കണമെന്ന് തോന്നുന്നോ? അടിയടാ, കാണട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ നീ അടിക്കടാ. സുധീഷ് ഒന്നും മിണ്ടാതെ തറയിൽ തന്നെ ഇരിക്കുകയാണ്. രാജീവും അരുണും വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന നിധി ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നിധിയെ കണ്ട് പൊട്ടിച്ചിരിച്ച് രാജീവ് പറയുന്നു, അരുണേ സൂപ്പർ അല്ലേ? രാജീവ് കണ്ണു കാണിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അരുൺ പറയുന്നു, സൂപ്പർ അച്ഛാ. സംശയത്തോടുകൂടി രാജീവിനെ അരുണിനെയും നോക്കുന്ന സുധീഷ് കാണുകയാണ് അവിടെ നിൽക്കുന്ന നിധിയെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, എനിക്ക് വയ്യടാ, മതി സുധീഷ്. ചിരിച്ച് വയറുവേദന എടുക്കുന്നു. പുച്ഛത്തോടുകൂടി അവരെ നോക്കി പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നന്നായിട്ടുണ്ട്, നിങ്ങൾ പെട്ടു. നിധി സംശയത്തോടുകൂടി അവരുടെ അരികിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് അരുൺ പറയുകയാണ്, സുധീഷ് ഒരു അഭിനേതാവാണ്, നന്നായി അഭിനയിക്കുന്നുണ്ട്. നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? സുധീഷ് എന്തിനാ തറയിലിരിക്കുന്നത്? ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, അതൊന്നുമില്ല മോളെ. സുധീഷ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ചില കഥകൾ പറയുകയായിരുന്നു. സുധീഷ് ഫ്രണ്ട്സിന്റെ ഒപ്പം എങ്ങനെയായിരുന്നു എന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയായിരുന്നു. കോളേജ് വയനായിട്ട് അങ്ങ് മാറിപ്പോയി സുധീഷ്. ചിരിച്ച് എനിക്ക് വയ്യ. അരുൺ പറയുന്നു, അതേ നിധി, മിമിക്രി ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. നിധി പുഞ്ചിരിച്ച് അവരെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, അച്ഛനും മോനും നന്നായിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട്. സുധീഷിന്റെ കയ്യിൽ പിടിച്ച രാജീവ് പറയുകയാണ്, മതി സുധീഷ്, ചിരിപ്പിച്ചത് മതി, എഴുന്നേൽക്ക്. അങ്ങനെ സുധീഷിനെ ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് രാജീവ് പറയുകയാണ്, സുധീഷിന് മിമിക്രി ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്, എന്ത് രസമായിട്ട് സംസാരിക്കുന്നത്, വലിയൊരു നടനാ സുധീഷ്. ഉച്ചത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിങ്ങളുടെ അഭിനയത്തിന്റെ അത്രയും വരുമോ? ഞാൻ അഭിനയിച്ചാൽ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ അച്ഛനും മോനും. സുധീഷ് എപ്പോഴും എങ്ങനെയാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, അതെ അച്ഛാ, നിങ്ങൾ എന്തിനെ പറ്റി സംസാരിച്ചാലും സുധീഷിന് അതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. കോമൺ സെൻസ് നന്നായിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, മോളിരിക്കെ. നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സുധീഷിനെ ചേർത്ത് പിടിച്ച് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, സുധീഷിന് ഇനി ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് തോന്നുന്നു. സുധീഷ് ചിരിച്ചുകൊണ്ട് രാജീവിനെ നോക്കുമ്പോൾ രാജീവും ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. ശേഷം രാജീവും അരുണും സുധീഷും നിധിയും എല്ലാം വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. ചേർത്ത് പിടിച്ചിരിക്കുന്ന രാജീവും സുധീഷും ദേഷ്യത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്